നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജില്ലയെയും നമ്മുടെ സംസ്ഥാനത്തെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു നിതിൻ രാജിന്റെ വിയോഗം. അദ്ദേഹം മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം, നിതിൻ രാജിന്റെ മരണം ആ കുടുംബത്തെ അനാഥമാക്കി. ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ CPIM എന്ന നിലയിലും അവിടുത്തെ MLA എന്നുള്ള നിലയിലും അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഞങ്ങളാകെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് ആ കുടുംബത്തിന് പാർട്ടി കൊടുത്ത വാക്കാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ DGPയെ MLAയുടെ നേതൃത്വത്തിൽ കണ്ടിരുന്നു. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയിലെ മന്ത്രിയും പാർട്ടിയുടെ സമുന്നത നേതാവുമായ സഖാവ് V ശിവൻകുട്ടി ആ വീട് സന്ദർശിച്ച് ഇതേ ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് ഞങ്ങളൊരു കൂടിയാലോചന നടത്തി. ആ കൂടിയാലോചനയുടെ ഫലമായി ആ കുടുംബത്തിന്റെ ആശ്രയമായിരുന്നല്ലോ നിതിൻ. ഇതിന്റെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് CPIM വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വീട് നിർമ്മിക്കുന്നത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് 14 തീയതി, 19 തീയതി വൈകുന്നേരം 5 മണിക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വീടിന് തറക്കല്ലിടും. ഇന്നിപ്പോ ഇവരെല്ലാവരും സഖാവ് V ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ യോഗം ചേർന്ന് ഞങ്ങളൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ചുമതലകൾ ഓരോരുത്തരെയായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തറക്കല്ലിടുന്നതിന്റെ പിന്നാലെ തന്നെ പിറ്റേ ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് വളരെ പെട്ടെന്ന് മിന്നൽ വേഗതയിൽ ഞങ്ങൾ ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും. ആ കുടുംബ കമ്മിറ്റിക്ക് വേണ്ടി ഔദ്യോഗികമായി അറിയിക്കാനുള്ളത്. അതിലിപ്പോ അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പ്രഖ്യാപിച്ചതിന്റെ പല ദുരനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബത്തോട് ഞങ്ങളുടെ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ആലോചിച്ചപ്പോൾ തന്നെ ആ കുടുംബത്തോട് ഈ ആശയവിനിമയം നടത്തിയിരുന്നു.